ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു സെൽഫ് ക്ലീനിങ് ടാങ്കിൻ്റെ സ്റ്റാൻഡ് എങ്ങനെ ഫിറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇത് സെൽസർ എന്ന കമ്പനിയുടെ ഒരു 1500 ലിറ്റർ വലിപ്പമുള്ള ഒരു സെൽഫ് ക്ലീനിങ് ടാങ്കാണ്. ഇത് ഫിറ്റ് ചെയ്യുന്നത് 4 അടി ഹൈറ്റിലുള്ള ഒരു സ്റ്റാൻഡാണ് ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ സ്റ്റാൻഡ് എങ്ങനെ അസംബിൾ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിന് ഈ ഒരു അസംബിൾ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു കാറ്റലോഗ് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഇതിൻ്റെ കറക്റ്റ് ഇതിൻ്റെ ഞെട്ട് ബോൾട്ട് ഇത് എങ്ങനെ കണക്ട് ചെയ്യണം, എങ്ങനെ ഞെട്ട് ബോൾട്ടും കൊടുക്കണം എന്നുള്ളതൊക്കെ കറക്റ്റ് കാണിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഞെട്ട് ബോൾട്ടുകൾ ഇതിൽ കംപ്ലീറ്റ് ഞെട്ട് ബോൾട്ടുകളും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് ടാങ്കിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന സ്റ്റാൻഡിൻ്റെ ഈ ഒരു ഭാഗം ഇതേപോലെ തന്നെ കേട്ടോ കിട്ടുന്നത്. ഇത് അവർ ബെൽഡ് ചെയ്തിട്ട് അതേപോലെ തരുന്നതാണ്. ഇതിൽ 4 കാലാണ്, 4 അടിയുടെ കാലാണ് സ്റ്റാൻഡാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 4 അടിയുടെ കാലാണുള്ളത്. ഇത് എല്ലാങ്കിലാണ്, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഇത്രയും ടാങ്കിൻ്റെ ഇത്രയും കപ്പാസിറ്റി താങ്ങുന്ന ഈ ഒരു കാലിലാണ്. അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആണ് കേട്ടോ. ഇതിന് 2 ഹോളുകളാണ് ഒരു കാലിനുള്ളത്. ഈ 2 ഹോളുകളിൽ ഞെട്ടും ബോൾട്ടും ഇട്ടതിന് ടൈറ്റാക്കിയതിന് ശേഷം ഇതേപോലെ തന്നെ നമ്മൾ 4 കാലും ഇതേപോലെ കണക്ട് ചെയ്യും. ഇത് ഈ കൊട്ട പോലത്തെ ഭാഗം കമഴ്ത്തി വെച്ചിട്ട് അതിലാണ് നമ്മൾ ഇത് കാല് ഫിറ്റ് ചെയ്യുന്നത് കേട്ടോ. ടാങ്കിൻ്റെ സെൻറ്റർ ഭാഗം താങ്ങുന്നത് ഇവിടെയാണ്. ഇനി ഈ 4 വലിയ പൈപ്പുകളും അതേപോലെ തന്നെ 4 ചെറിയ പൈപ്പുകളും ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. അതിൽ ആ ചെറിയ പൈപ്പുകളിൽ എടുത്തിട്ട് നമ്മൾ ഓരോ കാലിനും സെൻറ്ററിൽ വരുന്ന റിങ് ഉണ്ടല്ലോ, സെൻറ്ററിൽ വരുന്ന റിങ്ങിലേക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ കാലുകൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ 2 അറ്റത്തും ഇതേപോലെ തന്നെ ഞെട്ടും ബോൾട്ടും ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള ഹോളുണ്ട്. ഇതേപോലെ നമ്മൾ ഓരോ കാലിനും ഇതിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് ഒരു സപ്പോർട്ട് കൊടുക്കും. കംപ്ലീറ്റ് ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ 4 വലിയ പൈപ്പുകൾ എടുത്തിട്ട് ഓരോ കാലിനും മറ്റേ കാലിലേക്കുള്ള സപ്പോർട്ടിങ് കൊടുക്കണം. ഓരോ കാലിനും മറ്റേ കാലുകളിലേക്ക്, അതായത് ഒരു ഇതേപോലെ നമ്മൾ വെക്കുന്ന മറ്റേ കാലിലേക്ക് കറക്റ്റ് അവിടെ ഞെട്ട് ഇടാനുള്ള ഹോളുണ്ട്. പക്ഷേ ഒരു ഞെട്ട് ബോൾട്ട് ഇടുന്ന ഹോളിൽ നമ്മൾ 2 കാലുകൾ കൊടുക്കണം. അത് ഒരു കാലിൻ്റെ കോർണറിൽ നമ്മൾ ഈ ബോൾട്ട് ഇടുന്നതിന് തൊട്ട് മുമ്പായിട്ട് അപ്പുറത്തെ ഭാഗത്തേക്കുള്ള കാലിൻ്റെ പൈപ്പ് കൂടെ നമ്മൾ ആ കൂട്ടത്തിൽ കൊടുക്കണം. അത് രണ്ടും പാടെ ഒരൊറ്റ ഞെട്ടും വേണം നമ്മൾ ടൈറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ 4 കാലിന്നും ഓരോരോ കാലുമേക്കുള്ള കണക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവും. പിന്നെ നമ്മളിത് തിരിച്ച് വെച്ചതിന് ശേഷം നമ്മളിതിൽ ടാങ്ക് ഫിറ്റ് ചെയ്യണം. ഇനി ഇത് നമ്മൾ നിവർത്തി വെക്കണം. നിവർത്തി വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് സ്റ്റാൻഡ് വെക്കാനുള്ള കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾക്ക് ടാങ്കിലേക്ക് കയറുന്നതിനുള്ള ഒരു കോണി സ്റ്റെപ്പ് ഇതിൻ്റെ കൂടെ കിട്ടും. അതും ഇതിൽ ജസ്റ്റ് കണക്ട് ചെയ്യാനുള്ളൂ. ഇതിൻ്റെ 2 ബോൾട്ട് പൊന്തി കിടക്കുന്നുണ്ട്. അത് നമ്മളെ കോണിയിലുള്ള ആ 2 ഹോളിലേക്ക് കറക്റ്റ് ആകുന്ന രീതിയിൽ അതിൽ വെച്ച് കഴിഞ്ഞാൽ അതവിടെ ലോക്കായിക്കോളും. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് സ്റ്റാൻഡ് നിൽക്കും. നമുക്ക് സ്റ്റെപ്പ് വെച്ചതിന് ശേഷം അതിൽ കയറി നോക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ 4 കാലും ഇതേപോലെ കോൺക്രീറ്റിൽ വെച്ചിട്ട് നമുക്ക് ഉറപ്പിക്കാനും പറ്റും. 4 കാല് കോൺക്രീറ്റിൽ വെച്ച് ഉറപ്പിച്ചാൽ ഒന്നും കൂടി സ്ട്രോങ് ആവും. കണ്ടോ, ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റെപ്പ് ഇതേപോലെ ഫിറ്റ് ചെയ്തതിന് ശേഷം ഇതിൽ കയറി നോക്കാം. നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. കൂട്ടുകാർക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക.